ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. ഡിവൈഎഫ്ഐ മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി NV വൈശാഖനെയാണ് കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തത്. ഫസ്റ്റ് ഓൺ 24 സൂരജ് സജിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ തന്നെ ലൈംഗികാരോപണ പരാതിയിൽ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന NV വൈശാഖനെ ഡിവൈഎഫ്ഐയുടെ എല്ലാ ചുമതലയിൽ നിന്നും മാറ്റുന്നത്. പിന്നീട് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വൈശാഖനെ തരം താഴ്ത്തുകയാണെന്ന് CPM ചെയ്തിരുന്നത്. പിന്നീട് ഈ ചാനൽ ചർച്ചയിലടക്കം CPMന്റെ മുഖമായ വൈശാഖനെ ഒരു പരിപാടിയിലും അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് CPM എത്തിച്ചിരുന്നില്ല. അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണ പരാതിയും പിന്നീട് ആ ലൈംഗികാരോപണ വിവാദം ഉണ്ടാകുന്നു. അതിനിടയിലാണ് CPM ഈ NV വൈശാഖനെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയത്. അന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ NV വൈശാഖനെ കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ആ നിർദ്ദേശം അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PK ബിജു തന്നെ നേരിട്ട് അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന കൊടകര ഏരിയ കമ്മിറ്റി യോഗത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ആ ഏരിയ കമ്മിറ്റി ചേരുകയും അവിടെ NV വൈശാഖനെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്ത സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് NV വൈശാഖൻ ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായി മടങ്ങി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NV വൈശാഖനെ ചാനൽ ചർച്ചയുടെ പാനൽ ലിസ്റ്റിലും CPM ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.